ഷെയർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് 10ാം ക്ലാസ്സിൻ്റെ സെക്കൻഡ് ടൈം പോർഷൻ കവർ ചെയ്തു. ഇനിയും ഗ്രാമർ നോക്കാം. ആദ്യം ടെൻസ് എടുക്കാം. ടെൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫ്യൂച്ചർ ടെൻസ്, അതായത് ഭവിഷ്യത് കാൽ അല്ലെങ്കിൽ ഭാവികാൽ. ഭാവികാലിലെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് സാമാന്യ ഭവിഷ്യത് കാൽ, രണ്ട് സംഭാവ്യ ഭവിഷ്യത് കാൽ. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാമാന്യ ഭവിഷ്യത് കാലാണ്, അതായത് സാമാന്യ ഭാവികാൽ. എന്നൊക്കെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. നോക്കിയിരിക്കാം, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കിയിരിക്കണേ. बच्चे कर्ता के लिंग और वचन के अनुसार क्रिया धातु पर एगा, एगी, एंके, एंकी, ऊंगा, ऊंगी, ओगे, ओगी लगाने से सामान्य भविष्यत काल की क्रिया बनाती है. എങ്ങനെയാണ് സാമാന്യ ഭവിഷ്യത് കാൽ ഉപയോഗിക്കുന്നത് എന്നാണ് എഴുതിയിരിക്കുന്നത്. പറഞ്ഞുതരാം. കർത്താവ് എന്ന് വെച്ചാൽ പ്രവൃത്തി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിനനുസരിച്ച് ക്രിയയാണ് എപ്പോഴും മാറിക്കൊണ്ടേ ഇരിക്കുന്നത്. അതായത് കർത്താവിനനുസൃതമായി ക്രിയ മാറിക്കൊണ്ടിരിക്കുന്നു. സാമാന്യ ഭവിഷ്യത് കാലിലെ ക്രിയയുടെ രൂപം, അതായത് ക്രിയയുടെ കൂടെ ഏകയുടെ രൂപങ്ങൾ ചേർക്കുമ്പോഴാണ് ഏതാ കിട്ടുന്നത്? സാമാന്യ ഭവിഷ്യത് കാലം കിട്ടുന്നത്. എന്തിനനുസരിച്ചാണ്? കർത്താവിൻ്റെ ലിംഗ വചനം. ലിംഗം എത്ര? 2 വിധം, പുല്ലിംഗം, സ്ത്രീലിംഗം. അറിയാലോ. വചനവും 2 വിധമാണ്, ഏകവചൻ, ബഹുവചൻ. ഏകവചൻ എന്ന് വെച്ചാൽ ഒരാൾ, ബഹുവചൻ എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ, എത്രയുമാകാം, അതാണ് ബഹുവചൻ. നോക്കിയേ, കർത്താവിൻ്റെ ലിംഗ വചനമനുസരിച്ച് ക്രിയാധാതുവിനോട് കൂടി എന്തൊക്കെ ചേർക്കണം എന്നൊക്കെ ഏകയുടെ രൂപങ്ങളാണ്. അതായത് ഏക, ഏകി, ഏങ്കെ, ഏങ്കി, ഊങ്ക, ഓങ്കി, ഓകെ, ഓകി ഇവ ചേർക്കുമ്പോൾ സാമാന്യ ഭവിഷ്യത് കാൽ കിട്ടുന്നു. അങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്. നോക്കിയേ, ഇനി ഏകയുടെ രൂപങ്ങൾ എങ്ങനെ, എവിടെ, എങ്ങനെയാണ് ഓരോ രൂപങ്ങളും ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞിരുന്നു, കർത്താവിനനുസരിച്ചാണ് ക്രിയ മാറുന്നത്. നോക്കിയേ, കർത്താവ് പുല്ലിംഗ ഏകവചനം, അതായത് പുരുഷജാതിയിലെ ഏകവചനം എന്ന് വെച്ചാൽ ഒരാൾ ആണെങ്കിൽ ക്രിയയുടെ കൂടെ എന്ത് ചേർക്കണം? ഏക എന്ന് ചേർക്കണം. ഇവിടെ നോക്കിയേ, കർത്താവ് പുല്ലിംഗ ഏകവചനത്തിൽ ക്രിയയുടെ കൂടെ ഏക എന്നും. ഇനി അടുത്ത് നോക്കിയേ, കർത്താവ് പുല്ലിംഗ ബഹുവചനം, അതായത് പുരുഷജാതിയിലെ ഒന്നിൽ കൂടുതൽ ആൾക്കാരാണെങ്കിൽ ക്രിയയുടെ കൂടെ ഏങ്കെ എന്ന് ചേർക്കണം. പുല്ലിംഗ ഏകവചൻ ഏക, പുല്ലിംഗ ബഹുവചൻ ഏങ്കെ എന്ന് ചേർക്കുക. നെക്സ്റ്റ് നോക്കിയേ, കർത്താവ് സ്ത്രീലിംഗ ഏകവചനം, സ്ത്രീജാതിയിലെ ഒരാളാണെങ്കിൽ ക്രിയയുടെ കൂടെ എന്ത് ചേർക്കണം? ഏകി എന്നും. അടുത്ത് നോക്കിയേ, കർത്താവ് സ്ത്രീലിംഗ ബഹുവചനാണെങ്കിൽ ക്രിയയുടെ കൂടെ ഏംകി എന്നും ചേർക്കണം. അങ്ങനെ 4 രൂപങ്ങൾ നമ്മൾ പഠിച്ചു. ഏക, ഏങ്കെ, ഏകി, ഏംകെ. ഇത് എവിടെ ചേർക്കും എന്ന് മനസ്സിലായി കാണുമായിരിക്കാം. ഇനി അടുത്ത് നോക്കിയേ, മേം. മേം എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാ? ഞാൻ എന്ന് കർത്താവ് വരാറുണ്ട്. പുല്ലിംഗ ഏകവചനമോ സ്ത്രീലിംഗ ഏകവചനമോ അതുപോലെ തന്നെ പുല്ലിംഗ ബഹുവചൻ, സ്ത്രീലിംഗ ബഹുവചൻ. ഇതല്ലാതെ മെയിം, അതായത് ഞാൻ എന്ന കർത്താവായി വന്നാൽ ക്രിയയുടെ കൂടെ എന്ത് ചേർക്കണം? ഊങ്ക അല്ലെങ്കിൽ ഊങ്കി എന്ന് ചേർക്കുക. അത് രണ്ടിൽ ഏത് ചേർത്താലും ശരിയാണ്. ഇനി അടുത്ത എത്തും എന്ന് വെച്ചാൽ നിങ്ങൾ കർത്താവായി വരുമ്പോൾ ക്രിയയുടെ കൂടെ ഓകെ എന്നോ ഓഗി എന്നോ ചേർക്കുക. അതിലും ഏതെങ്കിലും ഒന്ന് ചേർക്കുക, ശരിയായിരിക്കും. ഇതാണ് അതിൻ്റെ നിയമം. അതായത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എങ്ങനെ കിട്ടുമെന്നുള്ളതിൻ്റെ നിയമമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. കാണാതെ പഠിച്ചു വെച്ചിരിക്കണം അത്രയും, കേട്ടോ, എന്നാലേ എഴുതാൻ പറ്റുള്ളൂ. നോക്കി, ഞാൻ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ഒന്ന് വായിക്കാവരണം. കേശവേ ദില്ലി ജായേക, അതായത് കേശവേ ദില്ലി ജാ എന്ന് നിങ്ങൾക്ക് തരും. അപ്പം നിങ്ങൾ കേശവ എന്ന് വെച്ചാൽ ഒരു കുട്ടിയാണ്, ഒരു ആൺകുട്ടിയാണ്. അതുകൊണ്ട് ജായായ ക്രിയയുടെ കൂടെ ഏക ചേർത്തു, ജായേക. കേശവ് മാറി ബേ, അവർ, പുല്ലിംഗ ബഹുവചൻ. ദില്ലി ജാ ഏം കെ, പുല്ലിംഗ ബഹുവചനത്തിൽ ഏങ്കെ ചേർത്തു, ജാ ഏങ്കെ. ഇനി അടുത്ത് നോക്കിയേ, ലഡ്കി സ്ത്രീലിംഗ ഏകവചനമായി. നോക്കിയേ, ലഡ്കി ദില്ലി ജാ ഏകി, ജായുടെ കൂടെ ഏകി ചേർത്തു, ജാ ഏകി. അടുത്ത് നോക്കിയേ, ലഡ്കിയാം പെൺകുട്ടികൾ, ദില്ലി ജാ ഏം കി, ജായുടെ കൂടെ എന്ത് ചേർത്തു? ഏം കി എന്ന് ചേർത്തു. ഇനി നോക്കിയേ, മെയിം ചേർത്തപ്പോഴേ മെയിം ദില്ലി ജാ ഊങ്ക അല്ലെങ്കിൽ മെയിൻ ദില്ലി ജാ ഊങ്കി, രണ്ടും ശരിയാണ്. അടുത്ത് നോക്കിയേ, തും ദില്ലി ജാവോഗെ അല്ലെങ്കിൽ തും ദില്ലി ജാവോഗി. ഇങ്ങനെയാണ് സാമാന്യ ഭവിഷ്യത് കാൽ എഴുതുന്നത്.
മനസ്സിലായി കാണൂല. ജായേഗ, ജായെങ്കി, ജായേഗി, ജായേം കി, ജാവൂങ്ക, ജാവുകെ. മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് ചേർക്കേണ്ടത്. ഒരു എക്സാമ്പിളൂടെ ഞാൻ എഴുതിയിട്ടുണ്ട്, നോക്കിയിരിക്കണം. നോക്കിയേ. വഹ് കാം കരേഗ, വഹ അവൻ കാം കരേഗ, കാം കരേഗ ഏക. കണ്ടോ, വഹ ആയതുകൊണ്ട് വഹ് പുല്ലിംഗ ഏകവചൻ, അതുകൊണ്ട് കരേഗ. അടുത്ത നോക്കിയേ ഹം ഞങ്ങൾ നമ്മൾ, കാം കരേങ്കെ ഏങ്കെ. അടുത്ത നോക്കിയേ റോമ കാം കരേഗി, റോമ പെൺകുട്ടിയാണ്, അത് കാം കരേഗി. അടുത്ത നോക്കിയേ ലഡ്കിയാം കാം കരേങ്കി. കണ്ടു വരുന്നേ. അടുത്ത നോക്കിയേ മെയിം കാം കരൂങ്ക, തും കാം കരോഗെ. ഇങ്ങനെയാണ് വരുന്നത്. അല്ലെങ്കിൽ മെയിം കാം കരൂങ്കി, തും കാം കരോഗി എന്നും എഴുതാം. ഇതാണ് നിയമം. ഇങ്ങനെ നോക്കി വേണം എഴുതി കൊടുക്കാൻ കേട്ടോ. ഫ്യൂച്ചർ ടെൻസ് നിങ്ങൾക്ക് കാണുമായിരിക്കും എക്സാമിന്. അത് ചോദിച്ചാലേ ഈ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് തന്നെ വരും. നോക്കിയിരിക്കണം. ഞാൻ എക്സാമ്പിൾ നോക്കി ഇവിടെ 2-3 4-5 ഉണ്ട് കേട്ടോ. അതെങ്ങനെയൊക്കെയാണെന്നും നിങ്ങളൊന്ന് ഹോംവർക്ക് ചെയ്ത് നോക്കണം കേട്ടോ. നോക്കി ഒരു പടേക കണ്ടോ, ക്രിയ കൊടുത്തേക്കുന്ന പടേക, അവിടെ ഒരു കർത്താവ് പുല്ലിംഗ ഏകജനാക്കി കൊടുക്കണം. അതിനുശേഷം ലിഖേക, ഗായേക, ചലേക, ആയേക, അങ്ങനെ എല്ലാം പുല്ലിംഗ ഏകവചനം ആക്കിയാണ് എഴുതിയിരിക്കുന്നത്. അവയെല്ലാം പുല്ലിംഗ ബഹുവചനത്തിലും സ്ത്രീലിംഗ ഏകവചൻ, സ്ത്രീലിംഗ ബഹുവചൻ, പിന്നതാ മെയിം ത്വം ഇവയാക്കി നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതാണ് ഫ്യൂച്ചർ ടെൻസ് കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിലെ ഭൂതകാൽ പഠിക്കുക, അതായത് പാസ്റ്റ് ടെൻസ് പഠിക്കാം. എക്സാമിന് അതും ഇതും കൂടെ ആയിരിക്കും മിക്കവാറും ചോദിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ പാസ്റ്റ് പഠിപ്പിക്കും. അപ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് പഠിച്ച് വൃത്തിയായി വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എക്സാമിന് യോജകമുണ്ട്, ലഘുണ്ട്. സെക്കൻഡ് ടൈമിൽ അത്രയൊക്കെ ആയിരിക്കും. യോജകൻ, ലഘും, സർവനാം കാണും കേട്ടോ. അത് വിശേഷൻ ഇവയായിരിക്കും. അത് അത്രയും കൂടെ പഠിപ്പിക്കും. ഓക്കെ, നമുക്ക് ക്ലാസ് ഇന്നത്തെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ശരി.